മനുഷ്യന്റെ വികാരം മനസ്സിലാക്കാൻ കഴിയുമോ? സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സുജാതയമ്മയുടെ വാക്കുകളിൽ പറയുന്നത് പോലെ ജീവഭയത്താൽ മല കയറിയ ആ അമ്മയുടെയും കൊച്ചുമകളുടെയും കണ്ണിലെ ഭയം ആ കരിവീരൻ മനസ്സിലാക്കിയോ? ഇന്ന് പറയുന്നത് ആ കാര്യമാണ്. ആനകൾക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അതിനു മുൻപ് ഒരു ചോദ്യം, നിങ്ങൾക്ക് ആനകളെ ഇഷ്ടമാണോ? നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറവും ഇപ്പുറവും വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന് പുറത്ത് എൻ്റെ വാർപ്പ് വീണിട്ട് ഉള്ളിന്ന് പുറത്തിറങ്ങാൻ ഞാൻ അടുപ്പിൻ്റെ ഉള്ളിലൂടെ കയറി ഇഷ്ടിക തട്ടിയിട്ട് പുറത്തേക്ക് ചാടി. അമ്മ, ഞാൻ ഇവിടെയുണ്ട്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ പേരക്കുട്ടിയുടെ വിരലിൽ പിടിച്ച് വലിച്ചെടുത്തു. വീണ് കിടക്കുന്ന വാർപ്പിൻ്റെ മേലെ കയറി. അപ്പം മുമ്പിൽ 2 നില കെട്ടിടം മറഞ്ഞു വരികയാണ്. ഇവര് 2 ആളെയും പിടിച്ച് ഞങ്ങൾ നീന്തി. ഈ കുട്ടീനെയും ഒരു വയ്യാത്ത അമ്മേനെയും ഒക്കെ പിടിച്ചു കയറ്റി മേലേക്ക് പോയപ്പോൾ മുമ്പ് ചെന്ന് പെട്ടത് ഒരു വലിയ കൊമ്പൻ്റെ അടുത്താ. ആനേനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരന്തത്തിൽ നിന്നാണ് വരുന്നത്, നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേന്ന്. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുകുക. അതിൻ്റെ കാലിൻ ചോട്ടിൽ നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കിടന്നു. പിന്നെ ദൂരത്തുനിന്ന് എല്ലാവരും വന്നു, അവർ ഞങ്ങളെ രക്ഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ശബ്ദമാണിത്. മേപ്പാടി ദുരന്തത്തിൽ നിന്നും മല കയറിയ ഒരു അമ്മയെ കാത്ത സഖ്യന്റെ മകനോട് മലയാളികൾക്ക് പിന്നെയും അടുപ്പം തോന്നി. ദുരന്തമുഖത്തെ മനുഷ്യനെ ചേർത്തു നിർത്തിയ അവനെയും വളരെ സ്നേഹത്തോടെ നമ്മൾ ഓർത്തു. മുണ്ടക്കയും ചൂരൽമലയും തുടച്ചു നീക്കിയ ഉരുൾപൊട്ടലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട സുജാതയാണ് കരഞ്ഞുകൊണ്ട് ഈ കഥ പറഞ്ഞത്. ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് കാപ്പിത്തോട്ടത്തിൽ അഭയം തേടിയ സുജാതയ്ക്കും പേരക്കുട്ടിക്കും ഒരു കാട്ടുകൊമ്പനും മറ്റ് 2 ആനകളും കാവൽ നിന്ന കഥ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ആ അമ്മയുടെ നോവും പ്രതീക്ഷയും അത്ഭുതവും കലർന്ന ആ കഥയിലെ നായകനാണ് കൊമ്പൻ. ശരിക്കും ആനയ്ക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുമോ? നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ആഫ്രിക്കൻ ആനകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നമ്മൾ പറയുന്നത് ശ്രവിക്കുന്നുണ്ടെന്നുമാണ് പഠനം പറയുന്നത്. മനുഷ്യരുടെ ഭാഷയും ലിംഗവും ഏകദേശ പ്രായവും മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ തനിക്ക് ഭീഷണിയാണോ എന്നുവരെ മനസ്സിലാക്കാൻ ആനയ്ക്ക് കഴിയുമത്രേ. കെനിയയിലെ ആംബ്രോസ് ദേശീയോദ്യാനത്തിലാണ് ഇത് സംബന്ധിച്ച് പഠനം നടന്നത്. അവിടുത്തെ ആനകളെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മസായ് വിഭാഗത്തിലുള്ള ആളുകളെ കാണുമ്പോൾ ആന ഓടി രക്ഷപ്പെടുമെന്നാണ് പഠനം പറയുന്നത്. അവരുടെ ചുവന്ന വസ്ത്രവും മറ്റ് പ്രത്യേകതകളും തിരിച്ചറിഞ്ഞാണ് ആനയുടെ രക്ഷപ്പെടൽ. പ്രാദേശിക ഭാഷകളിൽ സംസാരിക്കുന്ന വാക്കുകളിൽ നിന്ന് പോലും അവർക്ക് ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. UK ബ്രൈറ്റണിലെ സക്സസ് സർവകലാശാലയിലെ ജീവശാസ്ത്രജ്ഞനായ കരീൻ മാക്കോബും ഗ്രെയിം ഷാനനും ആഫ്രിക്കൻ ആനകൾക്ക് മനുഷ്യരുടെ സംസാരം കേൾക്കാനും അവർ കേട്ടത് പ്രയോജനപ്പെടുത്താനും കഴിയുമെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയായിരുന്നു. ഒരേ പ്രദേശത്ത് താമസിക്കുന്ന മസായ്, കമ്പ വിഭാഗങ്ങളിലെ ആളുകളുടെയും കർഷകരുടെയും വസ്ത്രങ്ങളുടെ നിറവും മണവും അവിടുത്തെ ആനകൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുമെന്നും വേറെയും പഠനങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഇതെല്ലാം പരീക്ഷണത്തിലൂടെയാണ് അവർ കണ്ടെത്തിയത്. 2 വിഭാഗത്തിലുള്ള ആളുകളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചപ്പോഴും ആനകൾ വ്യത്യസ്തമായി പ്രതികരിച്ചു. മസായ് വിഭാഗക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ ആന കുട്ടിയാനകളെ അകത്താക്കി പ്രതിരോധ വലയം പോലെ അണിനിരന്നുവെന്നും വായു മണത്തു നോക്കിയെന്നും പഠനം പറയുന്നു. എന്നാൽ കമ്പ വിഭാഗത്തിലുള്ളവരുടെ ശബ്ദത്തിൽ ആന പരിഭ്രാന്തി കാണിച്ചതേയില്ല. ആനകളുടെ ബുദ്ധി സാമർഥ്യവും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകവുമാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. ആനകൾക്ക് മസായിയെയും കമ്പയെയും അവയുടെ വസ്ത്രം കൊണ്ടും മണം കൊണ്ടും വേർതിരിച്ചറിയാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയുമായിരുന്നു. പക്ഷേ അവയുടെ ശബ്ദം കൊണ്ട് മാത്രം അത് ചെയ്യാൻ കഴിയുന്നത് വളരെ രസകരമായി തോന്നി. UK ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജന്തുശാസ്ത്രജ്ഞനായ ഫ്രിറ്റ്സ് വോൾറാത്തിന്റെ വാക്കുകളായിരുന്നു ഇത്. മനുഷ്യരുടെ ആംഗ്യം അല്ലെങ്കിൽ കൈചൂണ്ടൽ മനസ്സിലാക്കുന്ന ഏക വന്യമൃഗം ആനയാണെന്നാണ് സെന്റ് ആൻഡ്രൂസ് സർവകലാശാലയിലെ ഗവേഷകരുടെ കണ്ടെത്തൽ. 11 സിംബാബ്വിയൻ ആനകളിൽ നടത്തിയ പഠനത്തിലൂടെയാണ് അവർ ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുന്നത്. പരിശീലനം ഒന്നും കൂടാതെ തന്നെ മനുഷ്യരുടെ കൈ ചൂണ്ടിയുള്ള ആംഗ്യത്തെ പിന്തുടർന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടെത്താൻ ആനകൾക്ക് സാധിച്ചതോടെയാണ് ഈ വിവരം പുറത്തെത്തിയത്. മരണത്തെ മുന്നിൽ കണ്ട ആ രാത്രി സുജാതയും കൊച്ചുമകളും മല കയറിയപ്പോൾ അവരുടെ കണ്ണിൽ കണ്ട നിസ്സഹായത സഹ്യന്റെ പുത്രൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അതായിരിക്കാം കാടിനെ വിറപ്പിച്ച കൊമ്പൻ അവർക്ക് കാവലായി നിന്നത്. ഉരുൾപൊട്ടി താഴ്വാരത്തേക്ക് ഇറങ്ങിയപ്പോഴും ചുറ്റുമുള്ള മനുഷ്യരുടെ നിലവിളികൾ കേട്ടപ്പോഴും ഒരുപക്ഷെ അവനും ഭയന്നിരിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുതന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.